വെറൈറ്റീസ്. ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് മൂത്താപ്പ സമൂസ. സമൂസന്റെ ഒരു മൂത്താപ്പ, കുറച്ച് വലുപ്പം കൂടിയ സമൂസ, അതാണ് ഞങ്ങളുടെ ഇന്നത്തെ എപ്പിസോഡ് അല്ലേ? ഇത് ഉള്ളിത്തണ്ടിന്റെ ഇലയാണ്. ഇത് ഞാൻ സീസണിൽ കിട്ടുന്ന സമയത്ത് വാങ്ങി ഫ്രീസറിൽ വെക്കലാണ്. ഇതിപ്പോ 2 ആഴ്ച മുമ്പ് വാങ്ങിയിട്ട് ഞാൻ ഫ്രീസറിൽ വെച്ചിട്ട് ഇങ്ങനെ മുറിച്ച് വെച്ച. അപ്പൊ ഒന്നും തൊടാത്ത മോഡൽ ഇതേപോലെ ഇങ്ങനെ നിൽക്കും. ഒരു ബൗളിൽ കയറ്റി അതിലൊരു ന്യൂസ് പേപ്പർ ടോപ്പിൽ വെച്ചാൽ കണ്ടല്ലേ. അപ്പൊ നമുക്ക് ആവശ്യമുള്ള സമയത്ത് നമുക്ക് ഉപയോഗിക്കാം. അപ്പൊ ഈ ഇത്രയൊരു പോർഷനാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇത് നല്ല പിന്നെ നമ്മുടെ ചെമ്പല്ലി എന്ന് പറഞ്ഞൊരു മീനുണ്ട്, അതിനെ പൊരിച്ചിട്ട് അതിന്റെ മുള്ളു ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ളതൊക്കെ ഞാൻ എടുത്തിട്ട് വെക്കുകയാണ്. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ മസാലന്റെ മെയിൻ ഐറ്റം. ഇത് ഉള്ളിത്തണ്ട് അരിഞ്ഞതും പിന്നെ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയാണ്. അപ്പൊ അത് ഇതിലിട്ടിട്ട് മിക്സിയിലിട്ട് അരച്ചതാണ്. പച്ചമുളക് എരിവില്ലാത്ത 2 ഉപയോഗിച്ചിട്ടുള്ളത്. ഒരു വലിയ ഉള്ളി ഇതേപോലെ ഒരു പ്ലേറ്റ് കംപ്ലീറ്റ് ചെറുതാക്കി അരിഞ്ഞതും, ഒരു 1/2 പ്ലേറ്റ് ക്യാപ്സിക്കും, ഒരു 2 കൈപ്പിടുത്തം മല്ലിയിലയാണ് ഉള്ളത്. അപ്പൊ ഞാനിനി നല്ല വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് അതിലേക്ക് ഈ വലിയ ഉള്ളി പൊടിയായിട്ട് അരിഞ്ഞിട്ട് വെച്ചാണ്. ഇത് ഏകദേശം ഒരു 2 വലിയ ഉള്ളി ഉണ്ട്. ഒരു പ്ലേറ്റ് ഇങ്ങനെ ഫുള്ളായിട്ടുള്ളതാണ്. ഒന്ന് ജസ്റ്റ് ഒന്ന് വാടി വന്നാൽ മതി. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇടുക. ഇതിൽ വേറെ ഒരു മസാലപ്പൊടി നമ്മൾ ഉപയോഗിക്കുന്നില്ല. മീൻ പൊരിച്ചിട്ടുള്ള ആ ഒരു മുളകും മഞ്ഞളും മാത്രമേ ഉള്ളൂ. ഇത് ഞാൻ അരച്ചതാണ്. ഉള്ളിത്തണ്ടിന്റെ ഇലയും പിന്നെ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂട്ടി അരച്ചതാണ്. പിന്നെ ഇതിലേക്ക് നമ്മുടെ ആ മുള്ളു ഒഴിവാക്കിയിട്ടുള്ള ആ ചെമ്പല്ലി മീനുണ്ടല്ല, ചുവന്ന തൊലിയൊക്കെ ഉള്ള ആ ഒരു ഫിഷാണ്. നല്ല വൈറ്റ് കളറിലായിരിക്കും അതിന്റെ കാമ്പ് ഉണ്ടാകുക എപ്പോഴും. അപ്പൊ അതൊന്ന് വാടി വരുന്ന സമയത്ത് ലാസ്റ്റ് അതിൽ ക്യാപ്സിക്കം ചെറുതാക്കി ഇടുക. പിന്നെ മല്ലിയില ഇട്ടിട്ട് അതങ്ങോട്ട് ഓഫ് ചെയ്തിടുക. അതോടെ നമ്മുടെ മസാല റെഡി ആക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ മല്ലിയും മഞ്ഞളും മുളകും ഒന്നും ഉപയോഗിച്ചിട്ടില്ല, പൊരിച്ചതിന് മാത്രമേ ഉള്ളതുള്ളൂ. അപ്പൊ മല്ലിയില ഞാൻ കുറച്ചിട്ടിട്ടുണ്ട്. ഇത് ഞാനൊരു പ്ലേറ്റിലേക്ക് ചൂടാറാണ്ട് വെക്കുന്നുണ്ട്. ഇത് നമുക്ക് ഒരാഴ്ചയൊക്കെ മസാല കേടുവരാതെ നിൽക്കും. ഞാനത് ഒരു പ്ലാസ്റ്റിക് ബൗളിൽ എടുത്തിട്ട് വെക്കും. ഒന്ന് ചൂടാറി കഴിഞ്ഞ ശേഷം ഒന്ന് സ്റ്റോക്ക് ചെയ്ത് വെക്കും. ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ചധികം മസാല ഉണ്ടാക്കിയതാണ്. നല്ല സൂപ്പർ ടേസ്റ്റ് ഉള്ളൊരു മസാലയാണിത്. അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു ബൗള് പ്ലാസ്റ്റിക്. അതിൽ ഞാൻ കംപ്ലീറ്റ് നിറച്ചിട്ട് ആവശ്യത്തിന് എനിക്ക് ഇന്ന് എടുക്കാനുള്ളത് ആവശ്യത്തിന് എടുത്തിട്ട് ബാക്കിയുള്ളത് ഞാൻ ഇതിലേക്ക് വെച്ചിട്ട് നല്ലോണം അടച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണ്. ഇപ്പൊ സംഭവം അടച്ചു വെച്ചിട്ടുണ്ട്. ഇതെനിക്ക് ഇന്ന് ആവശ്യത്തിനുള്ള സാധനമാണ്. അപ്പൊ ഇനി നമുക്ക് ബാക്കിയുള്ള കലാപരിപാടികൾ തുടങ്ങാം. ഞാൻ സ്വിറ്റ്സിന്റെ സമൂസ ലീവ് എടുത്തിട്ടുള്ളത്. 2 തരം പാക്കറ്റ് ഉണ്ട്. ഇതൊരു കുറച്ച് വില കുറവാണ് ഈ ഒരു പാക്കറ്റ്. സംഭവം ഒരേ സാധനം തന്നെയാണ്. ഇതിമേ മറ്റേ ചുവപ്പ് കളറിലുള്ള ഇതൊന്നും ഇല്ലാത്തത് സ്വിറ്റ്സിന്റെ സെയിം സാധനം തന്നെയാണ്. ഇത് എനിക്ക് ആവശ്യമുള്ളത് കുറച്ച് ഞാൻ എടുക്കുന്നുണ്ട്. പിന്നെ ഇത് കേടുവരാതെ നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാനുള്ള ഒരു മാർഗമുണ്ട്. കംപ്ലീറ്റ് ടൈറ്റ് ആയിട്ട് ഒരു പ്ലാസ്റ്റിക് കവറിൽ വെച്ചാൽ ഇത് നമുക്ക് 1.5 ആഴ്ചയൊക്കെ ശരിക്കും യാതൊരു ഇല്ലാണ്ട് കേടാകാതെ നിൽക്കും. ഇതേപോലെ അടച്ചിട്ട് നല്ലൊരു കവർ ചെയ്തിട്ട് നമ്മൾ വെജിറ്റബിൾ ട്രേന്റെ ഒക്കെ അടുത്ത് വെച്ചാൽ മതി ഏറ്റവും അടിയിൽ. അപ്പൊ ഇതാണ് നമ്മളുടെ സംഭവം. ഇതിന് ഞാൻ നേരെ ഹാഫ് സൈസ് ആക്കിയിട്ടുണ്ട് ഇങ്ങനെ ഇതേപോലെ. എന്നിട്ട് ഇതിന്റെ സൈഡിൽ കംപ്ലീറ്റ് നമ്മുടെ മൈദപ്പൊടിന്റെ ആ ഒരു ലിക്വിഡ് കുറച്ച് ലൂസാക്കിയിട്ട് ഇത് സൈഡിൽ കംപ്ലീറ്റ് ഇതേപോലെ തേക്കുക. എല്ലാ ഭാഗത്തും സൈഡിൽ കൂടി എണ്ണ അതിൻ്റെ ഉള്ളിലേക്ക് കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മുടെ മസാല ഞാൻ സെന്ററിൽ അധികം കൂമ്പിക്കാത്ത മോഡൽ ഇങ്ങനെ ഒന്ന് വെച്ചാൽ മതി. ഓവറായിട്ടുള്ള മസാല വെക്കരുത്. എന്നിട്ട് ഇത് കമഴ്ത്തിയിട്ട് ഇതേപോലെ എൻഡിൽ നമ്മുടെ വിരലുകൊണ്ട് ഒന്ന് കംപ്ലീറ്റ് ഒന്ന് ടൈറ്റ് ആയി കൊടുക്കുക. അപ്പൊ അതിൻ്റെ ഉള്ളിൽ അങ്ങോട്ട് ഒട്ടി നിൽക്കും ഇതുപോലെ. ഇത് പിന്നെ ചൂടോടെ കഴിക്കണം. അധികം തണുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിന്റെ ലീഫ് കംപ്ലീറ്റ് ഒരു കുഴഞ്ഞു കളിക്കും. അപ്പൊ അതുകൊണ്ട് അത് മെയിനായിട്ട് ശ്രദ്ധിക്കണം. അപ്പൊ നല്ല ചൂടുള്ള എണ്ണയിലേക്ക് ഞാൻ ചൂട് കുറച്ച് ശേഷം ഒന്നിട്ട് എന്നിട്ട് ജസ്റ്റ് ഒന്ന് തെളിച്ചു കൊടുക്കുക. പെട്ടെന്ന് കളർ മാറും. അപ്പൊ അതുകൊണ്ട് കുറഞ്ഞ ചൂടിൽ വെച്ചാൽ മതി. ചൂടാക്കി കഴിഞ്ഞ ശേഷം ചൂട് കുറച്ചിട്ട് ഇതേപോലെ കംപ്ലീറ്റ് സൈഡിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മറിച്ചിടുക. മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് അധികം തണുത്ത് കഴിക്കരുത്, ചൂടോടെ തന്നെ അത് കഴിക്കണം. അതാണ് ഇതിന്റെ പ്രത്യേകത ഉള്ളത്. അപ്പൊ സംഭവം ഇപ്പൊ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇതിനി പുറത്ത് വെച്ചിട്ട് ഇത് വെറുതെ കഴിക്കാം. വേറെ ഒന്നും ആവശ്യമില്ല. സൂപ്പർ മസാലയാണ് ഫിഷിന്റെ മസാല. സാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമന്റ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.